ചേട്ടാ ചേട്ടോ കൈ കുത്തി വീണതാ. എന്നിട്ട് വലിയ നീരുണ്ടോ? നീര് ചെറുതായിട്ട് സർജറി കഴിഞ്ഞു. ചെറുവലിന്റെ ഞരമ്പ് കട്ടായിട്ടുണ്ടായിരുന്നു. അമ്മോടുണ്ട് അമ്മ അമ്മ ഇതുവരെ വീഡിയോ വരെ കണ്ടിട്ടില്ലേ? വേണ്ട കാണാം, ശ്രമിക്കണ്ട, നീ വരൂല, നോക്കിക്കോളാട്ടാ മക്കളും കാണിക്കണ്ട അമ്മ. പരീക്ഷനെ വിളിച്ചേ, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ. ഒന്നും പറയും വർഗീസേട്ടൻ കഴിഞ്ഞാൽ എനിക്ക് മെയിനായിട്ടുള്ള പറയാനുള്ളത് അവിടെ നിതിഷേട്ടൻ എന്റെ സഹോദരന്റെ തുല്യാണ്. ചേട്ടൻ വെയിറ്റ് ചെയ്ത് നേരത്തെ എറണാകുളത്ത് ഉണ്ടായിരുന്നതാണ്. നേരത്തെ എറണാകുളത്തായിരുന്നു, അറിയില്ലേ? പിന്നെ ഇങ്ങോട്ട് വന്നേ 7 വർഷം അല്ലേ? ആ, എറണാകുളത്തായിരുന്നു. ഈ നിസ്സാര കാര്യം പറഞ്ഞല്ലേ കൊണ്ടുവന്നല്ലേ? കുട്ടികളായിട്ട് ക്ലബിലത്തെ പിള്ളേരായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാര്യം സംസാരിച്ചാണ് തെരുവൊക്കെ പറഞ്ഞിട്ട് സംസാരമുണ്ടാക്കിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു സ്റ്റാർട്ട് ചെയ്യണം എന്നെയായിട്ട് നീ ആരെ ചോദിക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ മണ്ഡലം പ്രസിഡന്റാണ് ക്ലബിന്റെ. ആ സമയത്ത് പ്രസിഡന്റും കൂടിയിട്ടായിരുന്നു. അപ്പോൾ എനിക്കതിൽ ചോദിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം എനിക്കുണ്ട്. ഈ കൂടെ നേതാവ് കളിക്കണ്ടാവുകൊണ്ട് എന്റെ കോളേജ് വെച്ച് സർക്കിൾ വെച്ച് കയറിയതുകൊണ്ടാണ് ബാക്ക് ഡോറിൽ വന്നിട്ട് 2 പേരും കൂടി കയറണം. ഈ എസ് ഐയും അതുപോലെ ഡ്രൈവറായിട്ടുള്ള ചൊറയായിരുന്നു. നിങ്ങൾ നിൽക്കും. പക്ഷേ താഴത്തുനിന്ന് പിടിക്കണം. കയറ്റി പിടിക്കും. പക്ഷേ ഇപ്പൊ ഇന്ന് DGP ഈ വിഷയത്തില് നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിശബ്ദമായിരുന്നു. അല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യത്തെ പ്രതികരണം വന്നത് തൃശൂർ DIGയുടെയാണ്. നടപടി എടുത്തു കഴിഞ്ഞെന്നാ പറഞ്ഞത്. അതാണ് നീക്കമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് അതിനോട് പ്രതികരിക്കും. ഇന്നേവരെ കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ ഇതുവരെ ചെയ്യാത്ത രീതിയിൽ ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും. ഇതുവരെ ചെയ്യാത്ത രീതിയിൽ. കോൺഗ്രസ് എന്നുള്ള നിലയിൽ നമ്മൾ CPM പോലത്തെ BJP പോലത്തെ ഒരു പാർട്ടിയല്ല. ഞങ്ങൾക്കൊരു ഫ്രെയിമുണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ ആ ഫ്രെയിം വിട്ട് ഈ കാര്യത്തിൽ ഞങ്ങൾ പ്രതികരിക്കും. സർക്കാർ അത് തയ്യാറായില്ലെങ്കിൽ, പോലീസ് തയ്യാറായില്ലെങ്കിൽ. DGP ഇത് പരിശോധിക്കുമെന്ന് പറയുന്നത്. ഇന്നലത്തെ DIGയുടെ സമീപനം അതല്ല. DGP അത് ചെയ്യട്ടെ, സമയബന്ധിതമായി എത്രയും പെട്ടെന്ന് അത് പൂർത്തിയാക്കണം. അതുവരെ ഞങ്ങൾ സമരങ്ങൾ നടത്തും. ഇനി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് നെഗറ്റീവായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ ഞങ്ങൾ ഇതുവരെ, ഞാൻ അത് തന്നെ വീണ്ടും അടിവരയിട്ട് പറയുന്നത്, ഇതുവരെ പ്രതികരിക്കാത്ത രീതിയിൽ ഇക്കാര്യത്തിൽ കേരളത്തിൽ ഇനി ഒരു കുഞ്ഞിനും ഇതുപോലത്തെ ഒരു ചെറുപ്പക്കാരൻ എന്തിന്റെ ക്രിമിനൽ കുറ്റം ചെയ്തോ, കൊലക്കുറ്റം ചെയ്തോ,
ഡ്രഗ് അബ്യൂസ് ചെയ്തോ? എന്തിനാണ്? ഒരു ക്ലബിൽ വന്ന് സഹപ്രവർത്തകരെ ചീത്ത വിളിച്ചപ്പോൾ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റാണ്, ക്ലബിന്റെ മണ്ഡലം പ്രസിഡന്റാണ് എന്ന് പറഞ്ഞതിന്റെ പേരിൽ ഷർട്ട് വലിച്ചു കീറി ജീപ്പിൽ കൊണ്ടുപോയി, ജീപ്പിൽ വെച്ചും സ്റ്റേഷനകത്ത് വെച്ചും നമ്മൾ കാണുക ക്യാമറയുടെ മുമ്പിൽ വെച്ചും ക്യാമറ ഇല്ലാത്ത സ്ഥലത്ത് വെച്ചും ക്രൂരമായി വർദ്ധിച്ചു. ഇത്രയും നമുക്കൊന്നും സഹിക്കാൻ പറ്റണില്ല. സത്യം സഹിക്കാൻ പറ്റുന്നില്ല. സഹിക്കാൻ പറ്റുന്നതിന്റെ അപ്പുറമാണ്. നമുക്ക് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ആ കുടുംബം എങ്ങനെ സഹിക്കും? ഒരാൾക്ക് സഹിക്കാൻ പറ്റില്ല, ഒരാൾക്കും ഈ കാര്യം. അതുകൊണ്ട് എന്താണ് നമ്മുടെ മനസ്സിൽ ഒരു ഫീലിംഗ്, നമ്മുടെ മനസ്സിൽ ഇത് കണ്ടപ്പോഴുണ്ടായത്, അതനുസരിച്ചുള്ള ആനുപാതികമായ പ്രതികരണം ഉണ്ടാവും. അതിനകത്ത് ഒരു തർക്കം ഉണ്ടാവില്ല. സത്യത്തിൽ ഇപ്പൊ കഴിഞ്ഞ ആ ദൃശ്യങ്ങൾ കണ്ട ഒരാൾക്കും അതിശക്തമായി പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷെ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ടും യാതൊരു നടപടിയും എടുത്തില്ല. ഇനിയും അതുണ്ടാകും നിങ്ങൾ പ്രതീക്ഷിക്കുന്നു? ഞാൻ വിസ്മയിപ്പിക്കുന്നത് അതാണ്, നമ്മളെ വിസ്മയിപ്പിക്കുന്നത് അതാണ്. ഇത്രയും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ, ACPയുടെ റിപ്പോർട്ടുണ്ട്. ACP ഈ വീഡിയോ കണ്ടതിന് ശേഷം, പൊതുസമൂഹം കണ്ടിട്ടില്ലല്ലോ, നമ്മളാരും കണ്ടിട്ടില്ല, പക്ഷെ പോലീസ് കണ്ടിട്ടുണ്ട്. താങ്കൾ ചോദിച്ചതുപോലെ ACP റിപ്പോർട്ട് കണ്ട് അത് കണ്ട് നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് കൊടുത്തിട്ട് പോലും, അതാണ് പോലീസിനെ നയിക്കുന്നത് ഒരു ഉപജാപക സംഘമാണ്. ആ ഉപജാപക സംഘമാണ് ഈ ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ സംരക്ഷിക്കുന്നത്. എന്തു വൃത്തികേട് ചെയ്താലും പോലീസിൽ സംരക്ഷിക്കാൻ ആളുണ്ടെന്നുള്ളത് അത് ഇതോടുകൂടി അവസാനിക്കണം. അതോടുകൂടി ഈ മോനായിരിക്കണം അവസാനത്തെ ഇര. ഇനി ഒരു ഇര ഇതുപോലെ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എത്ര വലിയ കൊലപാതകികൾ, ക്രിമിനലുകൾ, ഗുണ്ടകൾ അഴിഞ്ഞാടുകയാണ്. അവരോടൊന്നുമില്ല പോലീസിന് ഈ ആറ്റിറ്റ്യൂഡ്. പോലീസ് ഉദ്യോഗസ്ഥരും തൃശൂർ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുകയാണ്. നിങ്ങൾ ഇനി അടുത്ത് എന്താ ചെയ്യാൻ പോകുന്നത്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, സർക്കാർ എന്താണ് എന്ന് പ്രഖ്യാപിച്ചോട്ടെ. സർക്കാർ ഇതിനകത്ത് നേരത്തെ എടുത്ത സ്റ്റാൻഡ് തന്നെയാണ്. നടപടി ഇല്ല എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് കോൺഗ്രസ് തീരുമാനിക്കാൻ. അവരാരും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല. ആദ്യം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങൂല അവരാരും, ഒരു സംശയം വേണ്ട. ടൈം ബൗണ്ട് വെക്കുന്നു. അല്ല, അത് പറഞ്ഞോട്ടെ. അവർക്ക് അതിനുള്ള ഒരു റീസണബിൾ സമയമുണ്ടല്ലോ. ഒരു ഗവൺമെന്റിന് ഒരു കാര്യം ചെയ്യാൻ പരിശോധിച്ചുള്ള റീസണബിൾ സമയമുണ്ടല്ലോ. അത് ഞങ്ങൾ അടുത്ത ദിവസം ഞങ്ങൾ പറഞ്ഞോളാം. വീട്ടിൽ നിന്ന് ഇറങ്ങില്ല അവര്. ഈ കാക്കി വേഷം ധരിച്ച് അവരിനി പോലീസിൽ ജോലി ചെയ്യാം എന്നവർ കരുതണ്ട. കാക്കി വേഷം ധരിച്ച് അവർ ജോലി ചെയ്യില്ല, ഒരു കാരണവശാലും ചെയ്യില്ല. ഞങ്ങൾ ജയിലിൽ പോയാലും, ഞങ്ങളല്ല, ഞാനടക്കമുള്ള ഞങ്ങൾ ഈ കാര്യത്തിന്റെ പുറത്ത് ജയിലിൽ പോയാലും അത് നടക്കില്ല. ഞങ്ങൾ തയ്യാറായി കാര്യത്തിൽ. ഈ കോടതി പ്രതി ചേർത്ത ഒരാളെ ഇപ്പോൾ ഇവരൊരു അച്ചടക്ക നടപടി പോലും എടുത്തിട്ടില്ല. ശശിധരൻ എന്ന് പറയുന്ന CPIക്കെതിരെ, അതായത് ഒരാളെ സംരക്ഷിച്ചു, അതിൽ 4 നിരവധി ആളെ ഇവരെ മുഴുവൻ സംരക്ഷിച്ചു. മറ്റേ കേസിൽ അയാളോട് കുറച്ചുകൂടി സ്നേഹം ഉണ്ടായിരുന്നു. അയാളെ കേസിൽ പോലും പ്രതി ചേർത്തില്ല. എന്തൊരു വൃത്തികേടാണ് നടന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇനി ഒരു നടപടി അല്ല, ഇനി വരട്ടെ. അപ്പൊ വന്നോട്ടെ, ഇനി വന്നോട്ടെ. ഇനിയിപ്പോ ഞങ്ങൾ ഇത്രയും പറഞ്ഞല്ലോ. ഇത്രയൊന്നും ഞങ്ങൾ സാധാരണ പറയാറില്ല. ഞങ്ങളാരും ഇങ്ങനെ വെല്ലുവിളിക്കാറുമില്ല, ഇങ്ങനെ പറയാറുമില്ല. ഇങ്ങനെയൊന്നും ചെയ്യുന്ന ആളല്ല ഞങ്ങൾ. ഇത് സഹി ഇട്ടിട്ട് ഞങ്ങൾക്ക് സഹിക്കാൻ വയ്യാണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. കാക്കി വേഷം ധരിച്ച് ജോലിയില്ല, ഇത്രയുള്ളൂ. നിങ്ങളത് ചെയ്തില്ലേ? കല്യാണമാണ് സെപ്റ്റംബർ 15. കുട്ടിയാണ് ഇവിടുന്ന് 3 കിലോമീറ്റർ അപ്പുറത്തുനിന്നാണ്. ആണോ? നേരത്തെ ചെറിയൊരു പുഷ്പാഞ്ജലിയായിട്ട് ബന്ധപ്പെട്ടാണ് അമ്പലത്തില് പൂജാരികൾ. പക്ഷെ ഇവൻ എന്ന് വെച്ചാൽ അന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ വന്നു, ഞാനും ജനിച്ചൊക്കെ ഒരുമിച്ച് പോയത്. അന്ന് ഞങ്ങളോട് ഇവൻ ഈ അടി കിട്ടിയ കാര്യം പറഞ്ഞില്ല, ഇത്ര ഭീകരമായി അടി കിട്ടിയ കാര്യം പറഞ്ഞില്ല. 2 അടി അടിച്ചു പറഞ്ഞല്ലോ. ഇത്ര ഭീകരമായി അടിച്ചൊന്നും നമ്മളോട് കണ്ടില്ല. എന്ത് നമ്മളെ റിസ്ക് എടുത്തിട്ട് പറഞ്ഞ പിറ്റേ ദിവസം രാവിലെ നമുക്ക് പോലീസ് സ്റ്റേഷൻ മാറ്റി നമ്മുടെ പോലീസ് സ്റ്റേഷൻ മാറ്റി ഞാൻ അടിച്ചത്. അസംബ്ലി തുടങ്ങണമായിരുന്നില്ല ഞാൻ വന്നതിനെ കല്യാണത്തിന് വന്ന് രണ്ടുപേരെയും കൂടി ദിവസം വന്ന് കാണാമനെ. 15-ാം തീയതി അന്ന് അസംബ്ലി തുടങ്ങണ ദിവസം ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ടാണല്ലേ, കാലിക്കട്ട് അമ്പലത്തിൽ വെച്ചിട്ടാണല്ലേ. കല്യാണത്തിന് ശേഷം വരാണ്. കല്യാണത്തിന് ശേഷം രണ്ടുപേരെയും കൂടി കാണാൻ വേണ്ടിട്ട് പോയത്. ആളിവിടെ ഇല്ല. ആളിവിടെ ഉണ്ട്. ചാനലുകാരൊക്കെ പോയി ചേട്ടനാണ്. 15-ാം തീയതി അസംബ്ലി തുടങ്ങുന്ന ഞാനില്ല. ഇവിടെ അടുത്ത് തന്നെ
അടുത്ത് തന്നെയാണ് വീടല്ലേ? ഓ അടുത്താ, ശരി അടുത്ത. വീട്ടിലാരൊക്കെ ഉണ്ട്? അച്ഛനമ്മ പഠിത്തമൊക്കെ കഴിഞ്ഞാ? കോഴ്സ് കഴിഞ്ഞാ? എന്റെ ഡിഗ്രി കഴിഞ്ഞു. കഴിഞ്ഞു അല്ലേ? MSc സൈക്കോളജി. MSc സൈക്കോളജി. ഓ MS സൈക്കോളജി ചെയ്ത്. എവിടെ ചെയ്ത് MSc? ഞാന് BSc സൈക്കോളജി ഇവിടെ പെരുവല്ലൂര് പെരുവല്ലൂര്. ആ ആ ആ കോളേജില്. മദർ കോളേജ് അറിയാം. ഇനിയിപ്പോ PG ചെയ്യണം. PG MSc സൈക്കോളജി PG ചെയ്യണം. ചെയ്യണം, ഇനി ചെയ്യണം. ആ കല്യാണം കഴിയുന്നോർത്ത് ചെയ്യാതിരിക്കരുത്, ഇല്ല. പഠിക്കാതിരിക്കരുത്. അതെ അതെ. ആ എഴുതിയ കണ്ട്. അമ്മ ഇങ്ങോട്ട് ഇരിക്കും. അമ്മ ഇങ്ങോട്ട് ഇരിക്കും. ഇങ്ങോട്ട് ഇരിക്കാം. ഉള്ള പേരെന്താ? പേര് പറഞ്ഞു. ഇതിലാ പഠിക്കുന്നേ? ആ ഓ സ്കൂളിൽ ചേർത്താ? ആള് സ്കൂളിൽ ചേർത്താ? ആണോ? UKG ആണ്. ചെറിയ ആളല്ലേ? ചിരിക്കുന്നേ?